പുസ്തകങ്ങളൊക്കെ പേപ്പറിനകത്ത് വീണ്ടും വീണ്ടും റീപ്രിന്റ് ചെയ്ത് എടുക്കണം. അപ്പം നമുക്ക് കുറേ കാലമൊക്കെ ഇരിക്കും. പക്ഷെ ഇതൊന്ന് നോക്കൂ, ഈ ലീഫിൽ എഴുതിയത് ഇത് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് സൂക്ഷിച്ചു വെച്ചിരുന്ന എന്തോ ഒരു ജാതകം പോലത്തെ സാധനമാണിത്. ഗ്രഹനിലയൊക്കെ കണ്ടെത്തിയിരിക്കുന്നു. ഇത് ഒരുപാട് വർഷം പഴക്കമായാലും കുറേയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കേണ്ടുന്നത്, നമ്മൾ ആധുനികത നമ്മുടെ ഒരു കയ്യിലുള്ളപ്പോൾ പഴമയും കൂടെ നമ്മൾ കയ്യിൽ വെക്കണം. അതല്ലെങ്കിൽ ഇതെല്ലാം ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ പേപ്പറുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ വീണ്ടും പബ്ലിഷ് ചെയ്ത് പുതിയതാക്കി പുതുക്കി കൊണ്ടുവരണം. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട രേഖകളൊക്കെ നമ്മൾ പുതുക്കുക. അപ്പം നമ്മൾ അതൊക്കെയാണ് ചെയ്യേണ്ടുന്നത്. പുതുയുഗം എന്ന് പറയുന്നത് ആധുനികത ഏത് നിമിഷം വേണമെങ്കിലും നിൽക്കാം. പഴമയിൽ കുറേയൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മൾ എത്രയൊക്കെ പുതുക്കി വെച്ചാലും ശരി തന്നെ, ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വന്നാൽ, ഒരു ഭൂകമ്പം വന്നാൽ, എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വന്നാൽ ഇതൊക്കെ നശിക്കാം. അപ്പം നമ്മൾ പല ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് നമുക്കിതൊക്കെ സൂക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. പല പുസ്തകങ്ങളും വീണ്ടും നമുക്ക് എടുത്തു വെച്ച് നോക്കാനും പഠിക്കാനും ഒക്കെ കഴിയുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മൾ